നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറൻഷിയേഷൻ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ദ റിവേഴ്സ് പ്രോസസ് ഓഫ് ഇന്റഗ്രേഷൻ. റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ ആണ് ഇത് ഇന്റഗ്രേഷൻ. കേട്ടോ? എന്നതാ റിവേഴ്സ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കൂ, നമ്മളൊരു ഫംഗ്ഷൻ പറഞ്ഞേക്കാണ് y ഓഫ് x is equal to x square plus 2x. y dash of x first derivative എന്നതാ 2x plus 2 x സ്ക്വയറിന്റെ. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇക്വേഷൻ വെച്ച് ഈ ഇക്വേഷൻ വെച്ച് പറയേണ്ട ആവശ്യമില്ലോ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവുമല്ലോ. 2x plus 2 ഇന്റഗ്രേഷൻ എന്നാ ചെയ്തെന്ന് ചോദിച്ചാൽ ഒന്ന് നോക്കൂ, ഇന്റഗ്രൽ 2x plus 2 ഇന്റഗ്രേഷന്റെ കൂടെ എപ്പോഴും ഒരു dx എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും കേട്ടോ. പിന്നെ നോക്കി, ഈ ഇന്റഗ്രേഷന്റെ മുകളിലും താഴെയും പ്രത്യേകം നമ്പർ ഒന്നും ഇല്ലെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. അതൊക്കെയാണ് കുറച്ച് പഠിക്കാം. നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്ന നോക്കാം. 2xന്റെ ഇന്റഗ്രൽ കാര്യം ഇത് സമ്മാണ്, രണ്ടെണ്ണം ഉണ്ട്. സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേഷൻ നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്ത പോലെ തന്നെ ഇന്റഗ്രേഷൻ നമുക്ക് സമ്മാണ് അകത്ത് വരുന്നെങ്കിൽ ഓരോന്നിനും ചെയ്യാം. 2xന്റെ ഇന്റഗ്രൽ 2 into x square by 2 പ്ലസ് 2ന്റെ ഇന്റഗ്രൽ 2 കോൺസ്റ്റന്റ് ആണ്, 2 മാറ്റി വെച്ചു, ബാക്കി ഒന്നാണ് 2 into 1 ആയി വായിക്കുക. 2 into 1, അപ്പോൾ 1ന്റെ ഇന്റഗ്രൽ x ടൈം എന്നാ കിട്ടി x സ്ക്വയർ പ്ലസ് 2x. ഇത് ഇൻഡെഫിനിറ്റ് അല്ലേ? അതായത് ഇവിടെ x is equal to 2 to 4 അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ളതിനെ പറഞ്ഞവരാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. എനിക്കറിയാം എവിടം വരെ ഇന്റഗ്രേഷൻ നടത്തേണ്ടത് എനിക്ക് അറിയാവുന്നതിനെ പറഞ്ഞവരാണ് ഡെഫിനിറ്റ് ഇന്റഗ്രലും. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഇതിനെ പറഞ്ഞവരാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. അതിൽ തന്നെ ഒരു വ്യത്യാസമില്ല, പേടിക്കാൻ വേണ്ട. ഇൻഡെഫിനിറ്റിന്റെ അവിടെ കൂടെ ഒരു പ്ലസ് സി നിട്ടാൽ മതി കേട്ടോ, ഇത്രേ ഉള്ളൂ. ഇനി നോക്കി, ഇത്രയും ഭാഗത്തേക്ക് നോക്കി, അതല്ല ഈ സാധനം നമ്മൾ എന്തിനെ ഇന്റഗ്രേറ്റ് ചെയ്തേ? ഈ സാധനത്തിന്. അപ്പൊ എനിക്ക് കിട്ടിയത് എന്നതാ? ഈ സാധനം. അതായത് ഇവനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇവനെ കിട്ടിയത്. അപ്പൊ ഇവനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആരെ കിട്ടും? ഇവനെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു കിഡു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കോസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത, ചുമ്മാ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, കൂടെ ആരെ എഴുതണം? ഡി എക്സ് എഴുതണം, ചുമ്മാ കേട്ടോ. അപ്പൊ കോസ് എക്സിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്ത ആരെ കിട്ടും? ഇവനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്താല് ഇവനെ ഞാൻ ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴാ ഇവനെ കിട്ടിയേ? സൈൻ എക്സിനെ. പിന്നെ ആൻസർ എന്നായിരിക്കും? സൈൻ എക്സ്. അത്രയേ ഉള്ളൂ ലോജിക്ക്. ഞാൻ ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴാണോ ഇവനെ കിട്ടിയത്, കണ്ടോ, ഇവനെ ഇന്റഗ്രേഷൻ ചെയ്തപ്പോൾ ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴാണോ ഇവനെ കിട്ടിയത്, അതാണ് എൻ്റെ ആൻസർ കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്റഗ്രേഷന്റെ കാര്യം. ഇത് നമുക്ക് അവിടെ എന്തിനാ ഡി എക്സ് വന്നേ, എന്താ ഇതിന്റെ പുറമേയുള്ള കൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഡിഫറൻഷിയേഷൻ എന്ന വൻമരത്തിന്റെ കൺസെപ്റ്റ് എന്നായിരുന്നു? നല്ല ഓർമ്മയുണ്ടോ? ഒരു കർവ് ഉണ്ടെങ്കിൽ ഈ പോയിന്റിലെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ടാൻജന്റിന്റെ സ്ലോപ്പ് ടാൻ തീറ്റ ആയിരുന്നു. നോക്കാറുണ്ടാവല്ലേ? ഇന്റഗ്രേഷന്റെ കൺസെപ്റ്റ് എന്നാന്ന് ചോദിച്ചാല്, ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ഈ കർവിന് അടിയിലുള്ളത് ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇത്രയും ഭാഗത്തിന്റെ ഏരിയ ആണിത് ഇന്റഗ്രേഷൻ കേട്ടോ. ഇത്രയും ഭാഗത്തിന്റെ അടിയിലുള്ള ഏരിയ അണ്ടർ ദി കർവ്, മുകളിലുള്ള അടിയിലുള്ളത് കേട്ടോ. ശരി, ഒന്നും മനസ്സിലുണ്ടാവില്ല. ഇതൊരു ഗ്രാഫാണ് കേട്ടോ. ഇത് എക്സ്, ഇത് വൈ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഓക്കെ, ഇത്രയും ഭാഗത്തിന് ഞാൻ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളത്തിന് ഞാൻ ഇത് എക്സ് ആക്സിസ് അല്ലേ, അപ്പം ഞാൻ എക്സ് എന്ന് വിളിച്ചു കേട്ടോ. ഇത് വൈ ആക്സിസ് അല്ലേ, അതുകൊണ്ട് ഞാൻ ഇത്രയും ദൂരത്തിന് വൈ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഏരിയ അണ്ടർ ദി കർവ്
എന്നാ വരും? ഇത്രയും ഭാഗം ഇത്രയും ഭാഗം ഒരു ട്രയാങ്കിൾ ഷേപ്പ് അല്ലേ? ഇത്രയും ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ട്രയാങ്കിൾ ഏരിയ എന്നതാ ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ? എക്സ്. ഹൈറ്റ് എത്രയാ? വൈ. ഓക്കെ, ഇതാ വൈ ആക്സിസ്, എക്സ് ആക്സിസ്, y is equal to ഇതൊരു 6 വിചാരിച്ചു. y is equal to 6 എന്ന് പറഞ്ഞൊരു ഗ്രാഫ് ആയിരുന്നു. എന്തിനാണ് നമുക്ക് ഏരിയ അണ്ടർ ഇതാ കാണണ്ടേ? അപ്പം ഞാൻ ഇതൊരു y എന്നുള്ള പോയിന്റ്, ഇതൊരു y കേട്ടോ, y എന്നുള്ള പോയിന്റ് എടുത്തു. ഇത് എക്സ് ആക്സിസ് ആണ്. ഞാൻ ഇത്രയും ദൂരത്തെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്നാ വരും? ഏരിയ ഈസ് ഈക്വൽ ടു, ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലേ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്നാ ഭയങ്കര പാടാ പഠിക്കാൻ. y ഇൻറ്റു എക്സ് അല്ലെങ്കിൽ എക്സ് ഇൻറ്റു വൈ. എക്സ് ഇൻറ്റു വൈ. ഇതിൻ്റെയൊക്കെ ഷേപ്പിൻ്റെ ഒക്കെ എളുപ്പമാണ് അല്ലെ? നമുക്ക് അറിയാവുന്ന ഏരിയ എന്നാണ്. ഇത് റെക്റ്റാങ്കിളാ, ഇത് ട്രയാങ്കിളാ. ഇതൊക്കെ കാണാൻ വേണ്ടി നമുക്ക് ഇൻറ്റഗ്രേഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇങ്ങനെ ഇതേ പോലെ നമുക്ക് എവിടെ ഇൻറ്റഗ്രേഷൻ ആവശ്യമുണ്ടെന്ന് അറിയോ? ഒരു കർവാണെന്ന് വിചാരിച്ചു. ഇതിൻ്റെ താഴത്തെ ഏരിയ എങ്ങനെ കാണും? ഒരു നോൺ ഷേപ്പുള്ള ട്രയാങ്കിളോ റെക്റ്റാങ്കിളോ ഒന്നും അല്ല. ഇതിൻ്റെ ഏരിയ എങ്ങനെ നമ്മൾ കാണും? ഇവിടെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിത് ഇങ്ങനത്തെ ഷേപ്പ് നല്ലേ. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ തുണ്ടം തുണ്ടമായിട്ട് മുറിക്കും. വളരെ ചെറിയ റെക്റ്റാങ്കിൾ, ഞാൻ ഇച്ചിരി വലുതൊക്കെ വരയ്ക്കുന്നത്, വളരെ വളരെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് ഏകദേശം ഒരു റെക്റ്റാങ്കിൾ പീസ് കേട്ടോ. വളരെ ചെറുതാണെങ്കിലേ, വളരെ ചെറുതാണെങ്കിൽ എനിക്ക് റെക്റ്റാങ്കിൾ ആയിട്ട് വിചാരിക്കാൻ മേലെ വേണ്ടേ? അപ്പോൾ ഇതിൻ്റെ വീതിയാണ് ഡി എക്സ്. എല്ലാത്തിനും ഒരേ വീതിയാണ് ഡി എക്സ്. ഇത് എക്സ് ആക്സിസ് അല്ലേ? അവിടുത്തെ ചെറിയ വീതിയെ പറയുന്നവരാണ് ഡി എക്സ്. അപ്പോൾ ഡി എക്സ് ഡി എക്സ് ഡി എക്സ് കുറേ തുണ്ടുണ്ടായിട്ടൊക്കെ മുറിച്ചു. ഓരോ സ്ഥലത്തെയും ഹൈറ്റ് വരുന്നത് അറിയാം അല്ലേ? അപ്പോൾ നമുക്കിവിടെ വൈ എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഓരോന്നിനെ y1, y2, y3, y4, y5 അങ്ങനെ പേര് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏരിയ എന്നാ വരും? ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഏരിയ, ഇതിൻ്റെ ഏരിയ, ഇതിൻ്റെ ഏരിയ, ഇതിൻ്റെ ഏരിയ അങ്ങനെ കൂട്ടിയാൽ പോരെ. y1 dx പ്ലസ് y2 dx. ഇത് റെക്റ്റാങ്കിൾ അല്ലേ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്നതാ? നീളം ഇൻറ്റു വീതി, വീതി ഇൻറ്റു നീളം. dx ഇൻറ്റു y1 dx ഇൻറ്റു y2 ഈക്വൽ വീതിയായിട്ട് എടുക്കുന്ന എല്ലാ പീസും. അപ്പോൾ y2 ഇൻറ്റു dx പ്ലസ് y3 ഇൻറ്റു dx പ്ലസ് എക്സെട്ര എക്സെട്ര എക്സെട്ര. നമുക്ക് ഇങ്ങനെ ഒരു എക്സെട്ര എക്സെട്ര ആയിട്ട് എഴുതുന്നതിന് നമുക്കൊരു മാത്സിന് ഒരു സൈൻ ഉണ്ട്. എങ്ങനെയത്? സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to n yn dx എന്ന് പറഞ്ഞാൽ ഓക്കെ, ഈ മൊത്തം ഇങ്ങനെ എഴുതുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെ ഒറ്റ ഷോർട്ട് ഫോമിൽ എഴുതുന്നത്. സിഗ്മ ഇങ്ങനെ മൊത്തം എഴുതുന്നതിൻ്റെ ഷോർട്ട് ഫോം n ഈക്വൽ ടു 1 തൊട്ട് n വരെ. അതായത് വൈയുടെ അവിടെ n കണ്ടോ? ഈ എന്നിൻ്റെ അവിടെ നിങ്ങൾ 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക, 4 കൊടുക്കുക, 5 കൊടുക്കുക, അങ്ങനെ n വരെ കൊടുക്കുക. അതാ ഇതിൻ്റെ അർത്ഥം. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നം എന്നാണെന്നറിയോ? നമ്മളിതൊരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് ഇതിനെ വിചാരിച്ചേക്കുന്നത്. ആക്ച്വലി ഇത് റെക്റ്റാങ്കിൾ ആണോ? നിങ്ങൾ ഈ സാധനം ശരിക്കും നോക്കി, ഇത് കണ്ടോ? ഇവിടെ ഒരു ഭാഗമുണ്ട്, ഇത്രയും ഭാഗം നമ്മൾ കൂട്ടിയിട്ടില്ല അല്ലേ? ഉണ്ടോ? എല്ലായിടത്തും കണ്ടോ? ഇത് ഇത്രയും ഭാഗം കണ്ടോ? നമ്മൾ കൂട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ഇതും കൂടി കൂട്ടാനായിട്ട് ഇത് ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഇത്രയും ഭാഗത്തെ സൈൻ അങ്ങോട്ട് അല്ലെങ്കിൽ സിമ്പിൾ അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ഇവനെ ഞാൻ വേറൊരു സിമ്പിൾ ഇടുക. ഇതാ ഇങ്ങനെ. എന്നിട്ട് ഞാൻ വിളിക്കുകയാണ് എക്സ് ഈക്വൽ ടു 0 തൊട്ട് എക്സ് ഈക്വൽ ടു 0 തൊട്ട് എക്സ് ഈക്വൽ ടു n വരെ, എക്സ് ഈക്വൽ ടു n വരെ എന്നതാ y dx അല്ലെ? y dx. ഇതെല്ലാം സംഭവം ടോട്ടൽ ഏരിയ. ഇതാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കർവിനടിയിലുള്ള മൊത്തം ഏരിയ എനിക്ക് കിട്ടും കേട്ടോ. കൺസെപ്റ്റ് മനസ്സിലായോ? ഇതാണ് കേട്ടോ ഇൻ്റഗ്രേഷൻ്റെ കൺസെപ്റ്റ്. ഇൻ്റഗ്രേഷൻ ഒക്കെ എന്നാ കിട്ടുന്നത്?
ടോട്ടൽ ഏരിയ. പിന്നെ നമുക്ക് എന്നാ ചെയ്യാം? കൺസെപ്റ്റ് മനസ്സിലായി. ഡിഫറൻഷിയേഷൻ സ്ലോപ്പ് ആയിരുന്നു, ഇതിനെന്തായിരുന്നു? ഏരിയ. ഇത് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ നോക്കി ഞാൻ കുറച്ച് കണക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇഫ് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് എക്സ് ക്യൂബ്, അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ y dx എത്രയാണ് ചെയ്യാൻ പോകണേ? എക്സ് റേസ് ടു 3 ഡിവൈഡ് ബൈ 3 മൈനസ് 3x സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് റേസ് ടു 4 ഡിവൈഡ് ബൈ 4 പ്ലസ് സി. ഇതാണ് ആൻസർ കേട്ടോ. ഇനി അതേപോലെ നമുക്ക് ഇഷ്ടംപോലെ സാമ്പിൾ കണക്കുകൾ ചെയ്യാം. ഇനി ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് അറിയണ്ടേ? ഇതിനാകെ പഠിക്കാൻ ഒന്നുമില്ല, ആകെ 2-3 ഇക്വേഷൻസേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ളത് കുറച്ച് കോമൺ ഫണ്ടമെന്റൽ ഇക്വേഷൻ. രണ്ടെണ്ണം കേട്ടോ. ഒന്നാണ് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ്. ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അല്ലേ, ഇവിടെ ഡെഫിനിറ്റ് അല്ലേ, ഇങ്ങനെയൊക്കെ എന്നാ എന്നൊക്കെ പഠിക്കാൻ നോക്കും. കുറച്ച് നേരം കഴിയട്ടെ. ആദ്യം നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇക്വേഷൻസ് പഠിക്കാം. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. ഇതൊക്കെ ഇൻഡെഫിനിറ്റ് അല്ല, അപ്പോൾ പ്ലസ് സി വേണം കേട്ടോ. ഇനി ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ്, എനിക്ക് ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇനി ഞാൻ ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന അറിയുള്ളൂ. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് എന്തായിരിക്കും? ഇ റേസ് ടു എക്സ് കിട്ടണം, ഞാൻ ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം? ഇ റേസ് ടു എക്സിനെ തന്നെ. അപ്പോൾ ആൻസർ തന്നെ ആയിരിക്കും ഇ റേസ് ടു എക്സ് പ്ലസ് സി. ഇനി ഇൻ്റഗ്രൽ ഇവിടെ നിൽക്കട്ടെ. ഇൻ്റഗ്രൽ 1/x dx എന്നതായിരിക്കും. ഇവനെ കിട്ടണമെങ്കിൽ ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം? ലോഗ് എക്സിനെ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ലോഗ് എക്സ് പ്ലസ് സി. ഇനി നോക്കിയോ, ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്നതായിരിക്കും? സൈൻ എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ മൈനസ് സൈൻ എക്സ്, ഇൻ്റഗ്രൽ മൈനസ് സൈൻ എക്സ് എന്നതായിരിക്കും? ആരെ ചെയ്യണം? കോസ് എക്സിനെ. കോസ് എക്സ് പ്ലസ് സി. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് സൈൻ എക്സ് എന്ന് പഠിക്കില്ലല്ലോ, അപ്പം ഞാൻ ഇൻ്റഗ്രൽ സൈൻ എക്സ് പഠിക്കുകയാണ്. പിന്നെ അതിന് മൈനസിന് അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് കോസ് എക്സ് പ്ലസ് മൈനസ് സി. മൈനസ് സി എന്ന് പറഞ്ഞാൽ സി തന്നെ. ഒരു കോൺസെപ്റ്റ് ഇല്ല, മൈനസ് ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് ഇൻ്റഗ്രൽ ഈ സാധനം ഇസ് ഈക്വൽ ടു ഇത് ഈക്വൽ ടു ഇത് ഈക്വൽ ടു ഇത് ഈക്വൽ ടു പഠിക്കട്ടെ പറയാം. അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ ഇക്വേഷൻസ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് ഡിഫറൻഷിയേഷൻ്റെ ഇക്വേഷൻസ് അറിയാമെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ ഇക്വേഷൻ എഴുതാൻ വളരെ എളുപ്പമാണ്. നോക്കൂ, ഉദാഹരണം ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ്. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്താ? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. അപ്പോൾ എക്സ് റേസ് ടു 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 പ്ലസ് 1 എന്നതാ? എക്സ് റേസ് ടു 3 ഡിവൈഡ് ബൈ 3. ഇനി ഇൻ്റഗ്രൽ എക്സ് റേസ് ടു മൈനസ് 5 ഡി എക്സ്. അപ്പോൾ എക്സ് റേസ് ടു മൈനസ് 5 പ്ലസ് 1 ഡിവൈഡ് ബൈ മൈനസ് 5 പ്ലസ് 1 എന്നാ വരും? എക്സ് റേസ് ടു മൈനസ് 4 ഡിവൈഡ് ബൈ മൈനസ് 4. അപ്പം ഇങ്ങനെ എഴുതാം, മൈനസ് എക്സ് റേസ് ടു മൈനസ് 4 ബൈ 4. ഇനി അടുത്ത് തന്നെ വരും ഇൻ്റഗ്രൽ എക്സ് റേസ് ടു മൈനസ് 1 ഡി എക്സ്. വിളിച്ചെടുത്താൽ വരുന്നത് എക്സ് റേസ് ടു മൈനസ് 1 പ്ലസ് 1 ഡിവൈഡ് ബൈ മൈനസ് 1 പ്ലസ് 1. അപ്പം എന്നാ വരും? എക്സ് റേസ് ടു 0 ഡിവൈഡ്. അയ്യോ, എന്താ പ്രശ്നം പറ്റിയില്ല? പ്രശ്നം അറിയോ? എക്സ് റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്നതാ? ഇൻ്റഗ്രൽ 1/x dx അല്ലേ? വാട്ട് ഈസ് 1/x dx? ഡയറക്റ്റ് ഇക്വേഷനാണ്, ലോഗ് എക്സ് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻ വാലിഡ് ആകുന്നത് എക്സെപ്റ്റ് -1. -1 ഒഴികെ ബാക്കി ഏത് നമ്പർ പവർ വന്നാലും ഈ ഇക്വേഷൻ ഉണ്ടാകും കേട്ടോ. -1 വന്നാൽ എന്നതാ? ലോഗ് എക്സ് പ്ലസ് സി. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഇക്വേഷൻസ്. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ പഠിച്ചാൽ ഇനി സംശയം എന്തെങ്കിലും അല്ലേ? ഇൻ്റഗ്രൽ എ റേസ് ടു എക്സ് ലോഗ് എ, ലോഗ് ഇ ഏതാണ്? ലോഗ് എ എന്നാ കിട്ടാൻ? ഡി എക്സ് എഴുതിയിരിക്കും. ഡി എക്സ് എഴുതിയ പ്രശ്നം ഇസ് ഈക്വൽ ടു എ റേസ് ടു എക്സ് പ്ലസ് സി. അപ്പം നമ്മൾ ഇൻ്റഗ്രൽ എ റേസ് ടു എക്സ് മാത്രമാണെങ്കിൽ ഈ ലോഗ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ലേ, അതിനെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൈനസ് ചെയ്ത പോലെ ഇവിടെ നമ്മൾ മൈനസ് ചെയ്ത പോലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ലോഗ് എ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നമ്മൾ ഫണ്ടമെന്റൽ ഇക്വേഷൻസും പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഇൻഡെഫിനിറ്റും ഡെഫിനിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ സി ഇടുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമാണ്. നോക്കൂ, ഞാൻ നമുക്ക് ഗ്രാഫ് വരച്ച് നമുക്ക് ചെറിയ കാര്യത്തിൽ നിന്ന് പഠിക്കാൻ. നമുക്ക് ഇവിടെ നോക്കൂ, രണ്ട് ഗ്രാഫ് ഉണ്ട്. y is equal to x square plus 2. y is equal to x square plus 4. ഒന്നൊരു കിട്ടട്ടെ. y is equal to x square plus 5. ഗ്രാഫ് വരച്ചു, പെട്ടെന്ന് ഗ്രാഫ് വരച്ചു. എക്സ് വൈ 2 3 4 5 6 2 4 6 8 10 2 4 6 1 2 3 1 കൊടുത്താൽ 0 കൊടുത്താൽ 2 1 കൊടുത്താൽ 3 2 കൊടുത്താൽ 2 സ്ക്വയർ 4 2 6 3 കൊടുത്താൽ 9 2 11. അതായത് ഈ ഗ്രാഫ് ഇതാ ഇങ്ങനെ. ഇനി ഇവൻ ഏകദേശം ഇതേപോലെ തന്നെ വരയ്ക്കാം. 1 2 3 4 2 4 6 8 10 0 കൊടുത്താൽ 4 എൻ്റെ അമ്മേ. അപ്പോൾ 2 4 6 8 1 2 3 4 1 കൊടുത്താൽ 1 സ്ക്വയർ പ്ലസ് 4 5 2 കൊടുത്താൽ 2 സ്ക്വയർ 4 4 4 8. അതായത് ഈ ഗ്രാഫ് ഇതായി. ഈ ഗ്രാഫോ 2 4 6 8 10 2 4 6 8 10 1 2 3 4 3 2 3 4 0 കൊടുത്താൽ 5 എൻ്റെ അമ്മ 5 1 കൊടുത്താൽ 1 5 6 2 കൊടുത്താൽ 9. ഓക്കെ, ഈ ഗ്രാഫ് ഇങ്ങനെ. ഇത്രയും ഭാഗം മറന്നു കിടാം കേട്ടോ, മറന്നു. ഓക്കെ, നിങ്ങൾ ചോദിച്ചേക്കാണ് y is equal to x square plus 2 y dash x കാണാൻ, ഡിഫറൻഷിയേഷൻ കാണാൻ. x square plus 2 ന്റെ ഡിഫറൻഷിയേഷൻ എന്നാ 2x. ഓക്കെ, ഇത്രയും ഭാഗം മറന്നു. ഇതൊക്കെ മറന്നു, ഇതും മറന്നു. നിങ്ങളുടെ ഫംഗ്ഷൻ ചോദിച്ചേക്കാണ് y is equal to x square plus 4. അതിൻ്റെ ഡിഫറൻഷിയേഷൻ കാണാൻ എന്നതാ 2x പ്ലസ് 4 0 കൂട്ടണം. അപ്പം ഇതും മറന്നോളാം. ഇത്രയും ഭാഗം മറന്നു, ഗ്രാഫും മറന്നു, ഇതൊക്കെ മറന്നു. നിങ്ങളുടെ ഫംഗ്ഷൻ ചോദിച്ചേക്കാണ് y is equal to x square plus 5. അങ്ങനെ ഡിഫറൻഷിയേഷൻ കാണാൻ x സ്ക്വയറിൻ്റെ എന്നതാ 2x, 5 എന്നതാ 0. അപ്പം അതും വേണം. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾ മറന്നു കേട്ടോ, എപ്പോഴേ മറന്നേക്കാം അല്ലേ. നിങ്ങളുടെ ഫംഗ്ഷൻ ചോദിച്ചേക്കാണ് ഇന്റഗ്രൽ 2x dx കാണും. ഇന്റഗ്രൽ 2x dx. ശരി, 2 കോൺസ്റ്റന്റ് ആണ്. 2 ഞാൻ പുറത്തേക്ക് എടുത്തു. ഇവിടെ നമ്മൾ കോൺസ്റ്റന്റിന്റെ കാര്യം പറഞ്ഞില്ല അല്ലേ. ഇവിടെ നോക്കിയാൽ നോക്കാം, ഇവിടെ ഒരു ചെറിയ ഇക്വേഷൻ ഉണ്ട്. ഇവിടെ പറയാം ഇന്റഗ്രൽ k ഇൻറ്റു എക്സ് റേസ് ടു എൻ ആണെങ്കിൽ k പുറത്തേക്ക് എടുത്തു, ഡി എക്സ് എഴുതിയില്ലല്ലോ. k പുറത്തേക്ക് എടുത്തു. ബാക്കി എക്സ് റേസ് ടു എന്നിൻ്റെ ഇക്വേഷൻ എക്സ് റേസ് ടു n പ്ലസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് 1. ഇവിടെ അങ്ങനെ എന്തായിരുന്നോ, ഈ ഡിഫറൻഷിയേഷൻ്റെ സമയത്ത് നമ്മൾ k വന്നാലും k പുറത്തേക്ക് എടുക്കണം. അതേപോലെ തന്നെ ഇവിടെ നോക്കി 2 പുറത്തേക്ക് എടുക്കും. എക്സിൻ്റെ ഇൻ്റർവൽ എന്നാ എക്സ് റേസ് ടു n പ്ലസ് 1. അപ്പോൾ 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 1 അല്ലേ. പിന്നെ എന്ത് എഴുതണം, സി എഴുതണം. അപ്പോൾ 2x സ്ക്വയർ ഡിവൈഡ് ബൈ 2 വെട്ടിപ്പോയി, ബാക്കി എന്തുണ്ട്, സി ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടി, എക്സ് സ്ക്വയർ പ്ലസ് സി. നമ്മൾ എന്തിനാ ഇൻ്റഗ്രേറ്റ് ചെയ്തേ, 2xനെ. എനിക്ക് എൻ്റെ ആൻസർ കിട്ടിയ എക്സ് സ്ക്വയർ പ്ലസ് സി. നിങ്ങൾക്ക് മനസ്സിലായി എന്തിനാ ഞാനിവിടെ ഒരു സി എഴുതിയെന്ന്? നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. ശരിക്കും ഇൻ്റഗ്രേഷൻ്റെ കൺസെപ്റ്റ് എന്നതാ, ഞാൻ എന്തിനെയാണോ ഡിഫറൻഷിയേറ്റ് ചെയ്തേ അവനെ കിട്ടണം അല്ലേ. ഇന്റഗ്രൽ ഓഫ്
എവിടെയാ സംഭവം? ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എനിക്ക് എന്നാ കിട്ടിയേ? സൈൻ എക്സ്. കാരണം എന്താ? സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഈ സൈൻ എക്സ് പ്ലസ് സീനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? കോസ് എക്സ് കിട്ടും. ഇതിന്റെ ഡിഫറൻഷിയേഷൻ എന്താ? 0. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്നാ? കോസ് എക്സ്. കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഇവനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ? ഇവനെ ഏത് വെച്ചിട്ടാണോ ഏതാരെയാണോ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ഇവനെ കിട്ടിയേ അവനെ കണ്ടുപിടിക്കണം. ഞാൻ കണ്ടുപിടിച്ചു. എക്സ് സ്ക്വയർ പ്ലസ് സീനെയാണ്. ഇവനെ ഡിഫറൻഷിയേറ്റ് ചെയ്തേ 2x പ്ലസ് 0, 2x കിട്ടിയില്ലേ? ഈ സി പിന്നെ എന്തിനാ വന്നേ? ഇവിടെ നോക്കി, ഇവനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലും 2x കിട്ടി, ഇവനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലും 2x കിട്ടി, ഇവനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലും 2x കിട്ടി. അതായത് എനിക്ക് ഇവിടെ ഈ സി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. മനസ്സിലായോ? അതായത് എക്സ് സ്ക്വയർ പ്ലസ് എന്തെങ്കിലും ആവും, 2, 4, 5 കണ്ടോ, ഫംഗ്ഷൻ വെവ്വേറെയാണ്. എന്നിട്ടും എനിക്ക് ഇവനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ സാധനം കണ്ടോ. അപ്പൊ എനിക്ക് ഈ ഒരു കോൺസ്റ്റന്റിനെ മനസ്സിലാക്കാൻ വേണ്ടി അത് അറിയാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് എഴുതിയത്? സി എഴുതിയത്. നിങ്ങളോട് നോക്കി, ഈ ഒരു ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയയും ഈ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയയും ഈ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയയും കണ്ടോ വെവ്വേറെയാണ്. അപ്പൊ എനിക്ക് ഇന്റഗ്രേഷന്റെ സമയത്ത് എനിക്ക് ചുമ്മാ എനിക്ക് തോന്നിയ പോലെ എക്സ് സ്ക്വയർ പ്ലസ് സി എഴുതുന്നതിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് 2 എഴുതിട്ടോ അങ്ങനെ ചുമ്മാ എഴുതിട്ട് വിട്ടാൽ പറ്റില്ല. കാരണം എൻ്റെ വാല്യൂസ് വെവ്വേറെ ആയിരിക്കും. പിന്നെ അപ്പൊ സംശയം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉറപ്പിക്കും ഇതിൽ ഏത് ഗ്രാഫാണ് ശരിക്കും ഉള്ളതെന്ന്? ഈ സി എന്തെഴുതും? അതിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒരു ക്ലൂ തരും. ആ ക്ലൂ കണ്ടുപിടിക്കുന്നതാണ് ഒരു ഫിസിക്സ് അറിയാവുന്നയാളുടെ പരിപാടി, അല്ലെങ്കിൽ ബുദ്ധി. എന്നറിയോ, നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻ വരും. നമുക്ക് ഞാൻ കാണിച്ചാൽ ഒത്തിരി പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലത്തിൽ തന്നെ നമുക്കൊരു ക്ലൂ തരും. അവർ എങ്ങനത്തെ ക്ലൂ നോക്കും. ഇന്റഗ്രേറ്റ് 2x dx കേട്ടോ. ഒരു ക്ലൂ തരും. അറ്റ് ഒറിജിൻ ഗ്രാഫ് cuts 0 to അല്ലെങ്കിൽ ഗ്രാഫ് കട്ട്സ് y ആക്സിസ് അറ്റ് പോയിന്റ് 2. അങ്ങനെ ഏതെങ്കിലും ഒരു ക്ലൂ തരുമോ? ഇനി അർത്ഥം എന്നാ? അതായത് ഒറിജിനില് ഈ ഗ്രാഫ് എവിടെയായിരിക്കും? എവിടെ മുട്ടും? y 2 മുട്ടും. അതായത് ഇപ്പൊ നോക്കി, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് എന്ത് കൊടുക്കാം? പേര് y ഓഫ് എക്സ് എന്ന് പേര് കൊടുക്കാം. ഗ്രാഫ് കിട്ടി, കർവ് കിട്ടി കഴിഞ്ഞല്ലോ. ക്ലൂ എന്നാ തന്നേക്കുന്നത്? അറ്റ് ഒറിജിൻ ഗ്രാഫ് കട്ട്സ് 0 to. ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി മനസ്സിലായി. ഒറിജിൻ എന്നാ? 0 എക്സ് എന്താ? 0. അപ്പോൾ അറ്റ് ഒറിജിൻ ഗ്രാഫ് കട്ട്സ് y ആക്സിസ് ഓൺ 2 എന്നോ എന്തൊക്കെ പറഞ്ഞു. ഇത്ര ഗ്രാഫ് നോക്കി വെച്ചാൽ മതി. എന്നാണ് കാര്യം മനസ്സിലായെന്ന്? ഒറിജിനിൽ y ആക്സിസ് എവിടെ മുട്ടും? 2 കട്ട് ചെയ്യും കേട്ടോ. അപ്പൊ നോക്കിയോ, y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് സി. അറ്റ് ഒറിജിൻ എവിടെ മുട്ടും? ഒറിജിനിൽ y എവിടെ മുട്ടും? 2. അപ്പൊ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? 2 എന്ന് കൊടുത്തു. എക്സ് എവിടെയാകുമ്പോൾ? 0 ആകുമ്പോൾ പ്ലസ് സി. അപ്പൊ എന്ത് കിട്ടി? സി ഇസ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ത് വരും? y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2. അപ്പോൾ ഏത് ഫംഗ്ഷൻ ആയിരുന്നു അത്? ഈ ഫംഗ്ഷൻ ആയിരുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അറ്റ് ഒറിജിൻ ഗ്രാഫ് കട്ട്സ് y ആക്സിസ് ഓൺ 4. അങ്ങനെ ഇവിടെ എന്ത് വരും? y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 4 വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? കോൺസ്റ്റന്റ് സി എന്ത് വരും? 4 വരും. അപ്പോൾ എൻ്റെ ഗ്രാഫ് എന്നാ വരും? 4. അപ്പോൾ ഇതെന്താ സംഭവം? അപ്പം ഇങ്ങനെ പല ക്ലൂ. ഇപ്പം ഞാൻ ചുമ്മാ എഴുതുന്നേ ഉള്ളൂ. ഇതേപോലെ പല ക്ലൂസ് ഉണ്ടാവും കേട്ടോ. ആ ക്ലൂവിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആ ഒറിജിനൽ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ പോസ് ചെയ്തോ, എന്നിട്ട് പെട്ടെന്ന് നോട്ട് ചെയ്തെടുത്തോ. അത്യാവശ്യം കാര്യം മനസ്സിലായല്ലോ എന്നതൊക്കെയാണുള്ളത്. ആ ഇക്വേഷൻസ് ഒന്നും പഠിക്കാണ്ടിരിക്കരുത്, വിട്ടുപോകുന്നത്.
ഓക്കെ, ഹോംവർക്ക് എഴുതിക്കോ. എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 5. 2 3x ക്യൂബ് പ്ലസ് sin x. മൂന്നാമത്തെ 2x സ്ക്വയർ 3x സ്ക്വയർ മൈനസ് 5x റേസ് ടു 4. കേട്ടോ, ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ആണ് കാണണ്ടേ. ഇതിൻ്റെ ഒക്കെ ഇൻ്റഗ്രൽ 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 ദോശക്കാണ് 2 തൊട്ട് 4 വരെ. കേട്ടോ, ഇത് ഡെഫിനറ്റ്, ഇത് ഡെഫിനറ്റ്, ഇതൊക്കെ ഇൻഡെഫിനറ്റ്. ഇതിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട്? ഡി എക്സ് എഴുതാൻ മറന്നുപോയി. ഡി എക്സ് എന്തുണ്ട്? ഡി എക്സ്. ഓക്കെ, ഫസ്റ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 5. അപ്പം നോക്കി, നമ്മുടെ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷൻസ് ഇൻ്റഗ്രേഷൻ അകത്തേക്ക് എല്ലാവർക്കും ബാധകമാണ്. കേട്ടോ, അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 3x ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 5 ഡി എക്സ്. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എക്സ് റേസ് ടു n പ്ലസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് 1 പ്ലസ് ഇൻ്റഗ്രൽ. നമുക്ക് ഇനി ഓരോന്നിനും സി ഇടാൻ നിൽക്കണ്ട, എല്ലാ സിയും കൂടി അവസാനം കൂട്ടിയിട്ട് ഒറ്റ സി ആക്കി ഇട്ടാൽ മതി. കേട്ടോ, അതായത് ഈ ഇൻ്റഗ്രേഷനും എന്ത് വരും? എക്സ് റേസ് ടു n പ്ലസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് 1 പ്ലസ് സി വരും. അങ്ങനെ എഴുതാം, പ്ലസ് സി പ്ലസ് ഇൻ്റഗ്രൽ 3x. 3 പുറത്തെടുത്തു. എക്സിന് എന്നാ വരും? എക്സ് റേസ് ടു n പ്ലസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് 1 n 1 അല്ലേ, മൈനസ് ഇതെന്നുണ്ട് ഈ ഇൻ്റഗ്രേഷൻ എന്നുണ്ട് പ്ലസ് സി ഉണ്ട്, മൈനസ് ഇൻ്റഗ്രൽ 5 ഡി എക്സ്. 5 പുറത്തേക്ക് എടുത്തു. ബാക്കി ആരാ ഉള്ളത്? ബാക്കി ആരാ ഉള്ളത്? 5 പുറത്തേക്ക് എടുത്താൽ ബാക്കി ആരാ ഉള്ളത്? 1 അല്ല, 5 പുറത്തേക്ക് ബാക്കി ആരാ ഉള്ളത്? 1. 5 × 1 അല്ല 5. അപ്പം ഇൻ്റഗ്രൽ എന്തോ ഒരു സാധനത്തിൻ്റെ ഡി എക്സ് എന്ന് പറയണം. നോക്കി നോക്കലേ, ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? ഈ ഒന്നിനെ എനിക്ക് എക്സ് റേസ് ടു 0 എന്ന് എഴുതാമല്ലേ. എക്സ് റേസ് ടു 0 അല്ലേ 1. അപ്പം അങ്ങനെ എന്ത് വരും? എക്സ് റേസ് ടു n പ്ലസ് 1 0 പ്ലസ് 1 ഡിവൈഡ് ബൈ 0 പ്ലസ് 1. ഇനി പ്ലസ് സി. ഈ സി എല്ലാ സിയും കൂടി കൂട്ടിയിട്ട് 3c എന്നല്ല, അതൊരു കോൺസ്റ്റൻ്റ് ഒക്കെ ആയിരിക്കും. ഇതെന്ത് വരും? എക്സ് റേസ് ടു 3 ഡിവൈഡ് ബൈ 3 പ്ലസ് 3x റേസ് ടു 2 ഡിവൈഡ് ബൈ 2 പ്ലസ് മൈനസ് ആണല്ലേ, മൈനസ് 5x റേസ് ടു 1. 0 പ്ലസ് 1 എന്നാ 1. 0 പ്ലസ് 1 എന്നാ 1. 5x പ്ലസ് ഈ സി 3 കൂട്ടിയിട്ട് ഒരു വലിയൊരു സി. കഴിഞ്ഞു. ഇത്രയുള്ള എൻ്റെ ആൻസർ. ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻ കാണാം. കേട്ടോ, അടുത്ത ചെയ്ത് നോക്കിയോ. പോസ് ചെയ്തോ, പെട്ടെന്ന് ചെയ്തോ. 3x ക്യൂബ് പ്ലസ് sin x അല്ലേ. ഇൻ്റഗ്രൽ 3x ക്യൂബ് പ്ലസ് ഇൻ്റഗ്രൽ sin x. ഡി എക്സ് ആണല്ലോ, ഞാൻ ഡി എക്സ് എഴുതാൻ മറന്നു പോകണല്ലോ. ഡി എക്സ് 3x ക്യൂബിൻ്റെ 3 പുറത്തെടുത്തോ. എക്സ് റേസ് ടു 3 പ്ലസ് 1 ഡിവൈഡ് ബൈ 3 പ്ലസ് 1 പ്ലസ് ഞാൻ സി എഴുതുന്നില്ല കേട്ടോ, സി അവസാനം കൂട്ടി എന്ന് വിചാരിച്ചാൽ മതി. sin x ഇൻ്റർവൽ ഞാൻ മറന്നു ചോദിച്ചാൽ നോക്കി. sin x ഇൻ്റർവൽ എന്നാ മൈനസ് കോസ് എക്സ് ആണ്. അത് ശരി, മൈനസ് കോസ് എക്സ് പ്ലസ് സി. അപ്പോൾ 3x റേസ് ടു 4 ഡിവൈഡ് ബൈ 4 മൈനസ് കോസ് എക്സ് പ്ലസ് സി. അടുത്തത് തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ക്ലാസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തത് ഇൻ്റഗ്രൽ 3x സ്ക്വയർ അല്ലേ. അപ്പോൾ 3x സ്ക്വയർ ഡി എക്സ് മൈനസ് 5x റേസ് ടു 4 ഡി എക്സ്. 3 പുറത്തെടുത്തു ഓൾറെഡി. എക്സ് സ്ക്വയറിന് എക്സ് റേസ് ടു 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 പ്ലസ് 1 മൈനസ് 5 ഓൾറെഡി പുറത്തെടുത്തു. എക്സ് റേസ് ടു 4 പ്ലസ് 1 ഡിവൈഡ് ബൈ 4 പ്ലസ് 1 പ്ലസ് സി. ഓ, ഇത് ഡെഫിനറ്റ് ആണല്ലേ. അപ്പോൾ 2 തൊട്ട് 4 വരെ അപ്പം ഞാൻ എന്തെന്നറിയോ, ഇങ്ങനെ എഴുതിയാൽ പറ്റില്ല, ഇങ്ങനെ എഴുതണം. 2 തൊട്ട് 4 വരെ എഴുതാം.
ഇപ്പോൾ ഓൾറെഡി നിശ്ചയിച്ചല്ലോ 2 തൊട്ട് 4 വരെ കാണേണ്ടതെന്ന്. ഞാനവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇത് പോലീസ് 2 തൊട്ട് 4. സീഡ് ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഡെഫിനിറ്റ് ആണല്ലോ. ഇവിടെയല്ലേ സീഡ് ആവശ്യമുള്ളൂ. ഡെഫിനിറ്റ് ആക്കി വെച്ചല്ലോ. ഇത്ര ഏരിയ തൊട്ടിട്ട് ഇവിടം തൊട്ടിട്ട് ഇവിടം വരെയാന്ന് ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തു കേട്ടോ. അപ്പം എനിക്ക് ഈ കോൺസ്റ്റന്റിന് ആവശ്യമില്ല. അതാണ് ഡെഫിനിറ്റിൻ്റെ പ്രത്യേകത. 3 അവിടെ നിൽക്കട്ടെ. x⁻2 + 1 ഡിവൈഡ് ബൈ 2 + 1. ഈ തീ ഉണ്ടല്ലോ അകത്ത് തന്നെ കണ്ടു. എന്നാൽ പിന്നെ വെട്ടിപ്പോക്കോളൂ. എല്ലാം ഞാൻ കുറച്ചും അങ്ങനെ എടുത്തോളൂ. 5 നോക്കി ഇവിടെ തന്നെ ഞാൻ മാറ്റി. 2 + 1 എന്നതാ 3, 4 + 1 എന്നതാ 5. ഈ 3 വെട്ടിപ്പോയല്ലോ, ഈ 5 വെട്ടിപ്പോയല്ലോ. അപ്പം എന്നാ കിട്ടി? x⁻3 to 4. ഇനി x⁻5 മൈനസ് അല്ലേ സൈനുള്ള മൈനസ് കിട്ടും. എവിടെ നിന്ന് എവിടെ വരെയാ? 2 തൊട്ട് 4 വരെ. ഓക്കെ. ഇനി എന്നാ സംഭവം എന്നറിയോ? ഇവനെ വിളിക്കുന്നവരാണ് അപ്പർ ലിമിറ്റ്. ഈ മുകളിൽ കിടക്കുന്നതിനെ വിളിക്കുന്നവരാണ് അപ്പർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ്. ഈ താഴെ കിടക്കുന്നതിനെ വിളിക്കുന്നവരാണ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുക 4³ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക 2³. ഇവിടെ ആരുള്ള ഒരു മൈനസ് ആയിട്ടുണ്ട്. ഈ മൈനസ് എവിടെ വന്നാൽ നമ്മുടെ ഈ കണക്ക് വന്ന മൈനസ് കേട്ടോ. അവിടെ ചിലപ്പോൾ പ്ലസ് ആവാം അല്ലെങ്കിൽ മൈനസ് ആവാം. ഇനി അടുത്തതിനകത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കുക. വലിയ സംഖ്യയാണോ? 4⁻5 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക 2⁻5. ബാക്കി നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക. 4³ 16 4 64, 64 മൈനസ് 8, പിന്നെ 4⁵5 എത്രയാണ് കാണേണ്ടി വരും, മൈനസ് 2⁵5 ചെയ്ത് നോക്കാം. ആൻസർ എഴുതാം കേട്ടോ. ഒരു നമ്പർ കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയേ ഈ ഡെഫിനറ്റ് ഇൻ്റഗ്രലിൻ്റെ ആൻസർ എന്നാ കിട്ടിയേ? ഒരു നമ്പർ അല്ലേ? ഞാൻ അവിടെ ചെയ്യാം. 4³ മൈനസ് 2³ 4⁵5 മൈനസ് 2⁵5. 4³ 64 മൈനസ് 8 2³ 8. 4⁵5 1024 32 56 കിട്ടി. 992 2 മൈനസ് ചെയ്തു ഇത് കിട്ടും. ആൻസർ കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ. ഇതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ആൻസർ. ഇൻഡെഫിനിറ്റ് എന്തായിരുന്നു? വല്ല x⁻2 2 + 5 + 5x + c അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത് കിട്ടിക്കൊണ്ടിരുന്നു അല്ലേ? ഇതാണ് ഇത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ അത്യാവശ്യം കണക്കുകൾ സാധാരണ നോർമൽ കണക്കുകളൊക്കെ ചെയ്തു. ഇത്രയ്ക്ക് ആവശ്യം വരുള്ളൂ. ഇനി നിങ്ങൾ നോക്കി, നമ്മൾ ഡിഫറൻഷിയേഷൻ പഠിച്ചപ്പോൾ നമ്മൾ 2 സ്പെഷ്യൽ റൂൾ പഠിച്ചായിരുന്നു. എന്നതൊക്കെയാണ്? പ്രൊഡക്റ്റ് റൂളും പിന്നെന്താ? പിന്നെ ക്വഷ്യൻ റൂളും അല്ലേ? ക്വഷ്യൻ റൂൾ ആ റൂളും. അതേപോലെ ഡിവിഷൻ റൂളും അല്ലേ? അത് കുറച്ച് നല്ലത്. ഇനി നമുക്ക് ഇതിനകത്ത് അതേപോലെ പഠിക്കാനുണ്ട്. അത് ഡിവിഷൻ പഠിക്കാനില്ല, പകരം പ്രൊഡക്റ്റ് റൂളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ഹെഡിങ് എഴുതിക്കോ, പ്രോഡക്റ്റ് റൂൾ. എന്തിനാ ഈ പ്രൊഡക്റ്റ് റൂള്? ഇപ്പൊ നോക്കിയേ, നമുക്ക് ഇന്ററേഷൻ ഓരോരോ സാധനങ്ങളിൽ ഇപ്പോൾ cos x അറിയാം, 1/x അറിയാം, x അറിയാം. പക്ഷെ ഇവരെങ്ങനെ ഒരുമിച്ച് വന്നാലോ? ഇപ്പൊ x sin x ഇതിന്റെ ഇന്ററേഷൻ എന്നതാണ്. ഇന്റഗ്രൽ x sin x dx ചോദിച്ചേക്കാം. ഒറ്റയ്ക്കാണേ ഓക്കെ. രണ്ടിനെയും കൂടി പ്രൊഡക്റ്റ് വന്നേക്കാം. അപ്പൊ ഇങ്ങനെ പ്രൊഡക്റ്റ് വന്നാൽ അത് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ദ ഇക്വേഷൻ കേട്ടോ. ഇന്റഗ്രൽ uv 2 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഇന്ററേഷൻ കാണാൻ വേണ്ടി പ്രൊഡക്റ്റ് റൂള് u ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് വലിയ ഇന്റഗ്രൽ ഓഫ് കേട്ടോ. ഇത് വലിയ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് du/dx ഇൻറ്റു ചെറിയ ഇന്റഗ്രൽ ആരുടെ? ഈ vdxന്റെ ഈ വിന്റെ ചെറുതിന്റെ ഇന്റഗ്രൽ. ഇത് രണ്ടിനെയും കൂടി ഗുണിക്കുന്നതിന്റെ ഇന്റഗ്രൽ ആണ് ഈ സാധനം കേട്ടോ. അതിന്റെ dx പറയാൻ ഇച്ചിരി പാടാ, ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടിക്കോളും. ഇവിടെ നോക്കും.
ഇൻ്റഗ്രൽ എക്സ് സൈൻ എക്സ്. നമുക്ക് ആദ്യത്തെ കണക്ക് ചെയ്യാം. ഇൻ്റഗ്രൽ എക്സ് സൈൻ എക്സ്. ഒന്ന് നോക്കിയോ, പറയുക നീണ്ടു പോകും. ഇൻ്റഗ്രൽ എക്സ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ ആയിരത്തി എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വി ആരാ സൈൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡി യു ബൈ ഡി എക്സ്. ആദ്യത്തെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്നാ ഭാഗ്യം 1 ഇൻ്റഗ്രൽ ഓഫ് വി ഡി എക്സ്. ഇൻ്റഗ്രൽ ഓഫ് വി ഡി എക്സ് അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ്. ഇനി ഇത് രണ്ടും ഗുണിച്ചതിൻ്റെ വലിയ ഡി എക്സ്. ഓക്കെ, എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്നാ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് മൈനസ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്നതാ 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്നതാ മൈനസ് കോസ് എക്സ്. അത് ഇൻറ്റു 1 എന്നതാ മൈനസ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. എക്സ് ഇൻറ്റു മൈനസ് കോസ് എക്സ് മൈനസ് എക്സ് കോസ് എക്സ്. ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട് അല്ലേ, പ്ലസ് ആയി. ഇനി ഈ മൈനസും കൂടി പ്ലസ് ആയി കഴിഞ്ഞാൽ ബാക്കി എന്നാ ഉള്ളത് ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ്. ബ്രാക്കറ്റ് മാറ്റാം. ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ്. ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്നാ സൈൻ എക്സ് അല്ലേ. ഓക്കെ, സംശയമുണ്ട്. ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്നാ സൈൻ എക്സ്. അപ്പം ഞാൻ അതിൻ്റെ ആൻസർ എന്നാ വരും പ്ലസ് സി കൂടി കിട്ടും. മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് ഇത് തന്നെ അവിടെ ഇവിടെ കിട്ടാൻ ഇത്രയേ ഉള്ളൂ. ഇതാണ് പ്രോഡക്റ്റ് റൂൾ. വേറെ പ്രോഡക്റ്റ് പെട്ടെന്ന് എഴുതിക്കോ. മക്കളെ നോക്കിയാൽ നിങ്ങൾ ചെയ്ത ആ കണക്കിലുണ്ടല്ലോ എക്സ് സൈൻ എക്സിൻ്റെ ഇവിടുത്തെ ഈ കണക്കിനകത്ത് നമ്മൾ യു ആരൊക്കെ എടുത്ത് എക്സ് ആക്കി എടുത്ത് അല്ലേ. ഇങ്ങോട്ട് നോക്കി, ഇപ്പോൾ ആരെങ്കിലും ഇപ്പം നമുക്കറിയാം 2 ഇൻറ്റു 5 എന്നാ 10, 5 ഇൻറ്റു 2 എന്നാ അതും 10. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലും ഒരേ ആൻസർ കിട്ടാം. ഇവിടെ നമുക്ക് മാറ്റിയിട്ട് നോക്കാം കേട്ടോ എന്നാ സംഭവിക്കുന്നത്. ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് നോക്കാം. യു ഇൻറ്റു ഇപ്പം എന്നാ ഇവിടെ സൈൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡി യു ബൈ ഡി എക്സ്. ഡി യു ബൈ ഡി എക്സ് എന്നതാ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്നാ കോസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വി ഡി എക്സ്. വി ഡി എക്സ് എന്നതാ വി ആരെപ്പോഴെ എക്സ് ആണ്. എക്സ് ഡി എക്സ് ഓൾ ബ്രാക്കറ്റിൽ ഒരു ഡി എക്സ്. ഈ ഡി എക്സ് ആരുടെ ഡി എക്സ് വലിയ ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇൻ്റഗ്രൽ കോസ് എക്സ് നമുക്ക് എടുക്കട്ടെ. അടുത്ത തന്നെ വന്നു എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ. ഇനി വേറെ ആരുണ്ട്, ഒരു ഡി എക്സ് ഉണ്ട്. ഓക്കെ, എക്സ് സ്ക്വയർ ബൈ 2 സൈൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ആ ദൈവം നിങ്ങൾ നോക്കി പിന്നെ വന്നൊരു പ്രൊഡക്റ്റ് കോസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ കണ്ടോ. ഇങ്ങനെ പോകുന്നു കണ്ടോ. ഇവിടെ എന്നാ പറ്റിയേ, നമ്മൾ എക്സ് സൈൻ എക്സിനെ നമ്മൾ ആദ്യത്തെ കണക്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടിയ കണക്കിൽ നമ്മൾ ആരെ ആദ്യമൊക്കെ എടുത്തേ എക്സിനെ നമ്മൾ യു ആക്കി എടുത്തു. പിന്നെ നമ്മൾ സൈൻ എക്സിനെ എന്താക്കി എടുത്തു വി ആക്കി എടുത്തു. കണ്ടോ എന്ത് പെട്ടെന്ന് ആ കണക്ക് ചെയ്യാൻ പറ്റി. ഇത് കണ്ടോ, ഇത് പിന്നെ പോവാം കണ്ടോ. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ വന്നേക്കാം, അതിന് ഇൻ്റഗ്രേഷൻ കാണാൻ നിൽക്കണം. അപ്പോൾ ഒരു ട്രിക്ക് ഉണ്ട്, നമ്മൾ ആരെ യു ആക്കി എടുക്കും ആരെ വി ആക്കി എടുക്കും. ആ ട്രിക്കാണ് ILATE. ഇതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. എൽ എന്ന് പറഞ്ഞാൽ ലോഗരിതമിക് ഫങ്ഷൻസ്. ലോഗരിതമിക് ഫങ്ഷൻസ്. എ ആണ് ആൾജിബ്രായിക് ഫങ്ഷൻസ്. ടി ആണ് ട്രിഗണോമെട്രി. ശരിയാ, ട്രിഗണോമെട്രി. രണ്ട് പ്രാവശ്യം പറഞ്ഞോ. ഇതെന്നാ അറിയോ, ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി.
ഇത് സാധാ ട്രിഗണോമെട്രി. ഈ എന്നതാ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ ഈ സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, അങ്ങനെ സാധനം, ടാൻ ഇൻവേഴ്സ് എക്സ്. ലോഗരിതമിക്കിന്റെ ലോഗ് എക്സ്, ലോഗ് 5x, ലോഗ് 3x എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ. ആൾജിബ്രായിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്, റൂട്ട് എക്സ്, എക്സ് സ്ക്വയർ എന്നൊക്കെ പറയുന്നത്. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ സൈൻ എക്സ്, കോസ് എക്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാലോ ഈ പറയുന്നത് എക്സ്പോണൻഷ്യൽ, ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു 2x, ഇ റേസ് ടു 3x എന്നൊക്കെ പറഞ്ഞ സാധനം. അങ്ങനെ നിങ്ങൾ ആലോചിക്കുക, ഈ കണക്കിൽ നിങ്ങൾ ആരെ എടുക്കും? ആദ്യമേ യു ആക്കി ആരെ എടുക്കും? ആരെ ആദ്യം എടുക്കണം? ആദ്യം വരും. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ എക്സിനെ ആദ്യം എടുത്തത്. കാരണം ഇവിടെ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ഒരു ആൾജിബ്രായിക് ഫംഗ്ഷനും ഉള്ളത്. നിങ്ങൾ ആരെ യു ആക്കി എടുത്തു? ആദ്യം വന്ന ആരാ? എ അല്ലേ? ആൾജിബ്രായിക് ഫംഗ്ഷൻ എടുത്തു. ഇവിടെ ആരാ നോക്കുന്നത്? സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിന് എന്താക്കി എടുക്കണം? സൈൻ ഇൻവേഴ്സ് എക്സിന് ആരെ എടുക്കണം? ആദ്യം എടുക്കണം. അപ്പോൾ അത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി അല്ലേ? അപ്പോൾ നമ്മൾ യു ആയിട്ട് ആരെടുക്കണം? സൈൻ ഇൻവേഴ്സ് എക്സിന് എടുക്കണം. അത് നിങ്ങൾ ചെയ്ത് നോക്കി എത്ര ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സാധനം മറന്നു വയ്ക്കുന്നത് ഹൈലൈറ്റ്. ഓക്കെ, ഇതിലെന്നാൽ വേറെ എക്സ്ട്രാ കുറേ കണക്കുകൾ ചെയ്യേണ്ട ആവശ്യമൊന്നും വരും. നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഇൻ്റഗ്രേഷൻ ടെസ്റ്റ് ആണ്. നമുക്ക് +2 +1 ഫിസിക്സിലൊന്നും അധികമൊന്നും വരില്ല കേട്ടോ, പേടിക്കാണ്. അപ്പോൾ VHSC രക്ഷപ്പെട്ടു. സയൻസുകാർ പിന്നെ പണിവാളും. അവർക്ക് ദൂരെ പഠിക്കാനുള്ള ഭാഗ്യത്തിന് ഇതിനകത്ത് ഡിവിഷൻ റൂളില്ല കേട്ടോ. ഒരു ഇൻ്റഗ്രൽ u/v റൂളില്ല. പകരം എന്നാ ഉള്ളതെന്നറിയോ? അത് കാണാൻ വേണ്ടി വേറെ കുറേ മെത്തേഡ് ഉണ്ട്. ഉദാഹരണമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. നമ്മുടെ ഈ ഹൈലൈറ്റ് മെത്തേഡിൻ്റെ അല്ലെങ്കിൽ ഹൈലൈറ്റിൻ്റെ ആ ഒരു ട്രിക്കിനകത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ, ഉദാഹരണത്തിന് അല്ലെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വേണം നോക്കിയോ. നമുക്കറിയാം y = log x, നാച്ചുറൽ log x, y dash of x = log x ന്റെ ഡിഫറൻഷിയേഷൻ നമുക്കുള്ള ഇവിടെ ഉണ്ടായിരുന്നല്ലോ 1/x. ഇനി ഇന്റഗ്രൽ ഓഫ് 1/x dx എന്നതാ log x + c അല്ലേ? ഇവനെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവനെ കിട്ടണമെങ്കിൽ ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം? ഇവനെ ചെയ്യണം. അപ്പോൾ ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ ചോദിച്ചേക്കാണ് വാട്ട് ഈസ് ഇന്റഗ്രൽ log x dx എത്രയാണ്? നമുക്ക് അതിൻ്റെ ഡിഫറൻഷിയേഷൻ അറിയാം. ഇൻ്റഗ്രേഷൻ ഓഫ് log x അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇൻ്റഗ്രൽ log x-നെ ഞാൻ 1 × log x എന്ന് എഴുതുക. ഇനി കുഴപ്പം ഇല്ലല്ലോ കേട്ടോ. 1 × log x എന്ന് 1 എന്ന് പറയുന്നത് x⁻�0, അതായത് ഒരു ആൾജിബ്രായിക് ഫംഗ്ഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ നോക്കിയേ 1 × log x. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റാക്കി എഴുതുവാണേ. ഇതിൽ ആരെ ഞാൻ യു ആക്കി എടുക്കും? ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഉണ്ടോ? ഇല്ല. ലോഗരിതമിക് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഞാൻ ലോഗരിതമിക്കിന് എന്താക്കി എടുക്കണം? യു ആക്കി എടുക്കണം. അപ്പം ഞാൻ ഇവനെ ഇവിടെ എഴുതുവാണേ. ഇൻ്റഗ്രൽ 1 × log x dx. ഞാൻ കണക്ക് ചെയ്യാൻ വേണ്ടി പോവാം, സ്ഥലമില്ല. താഴേക്കിടയ്ക്ക് എഴുതാം. നോക്കി u × log x × ഇന്റഗ്രൽ ഓഫ് v dx. v ആരാ? log x × 1 എഴുതുക. അപ്പോൾ u ആരാ? log x, v ആരാ? 1. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് 1 എന്നതാണ് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇന്റഗ്രൽ ഓഫ് 1 x മൈനസ് ഇന്റഗ്രൽ ഓഫ് du/dx. യുവിൻ്റെ du ഡെറിവേറ്റീവ്, u ആരാ? log x, ഡെറിവേറ്റീവ് എന്നതാണ് 1/x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് v dx എന്നതാ മക്കളെ. ഇന്റഗ്രൽ ഓഫ് v dx ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ, x എന്നതാ. ഇനി ഇൻറ്റു dx, x മൾട്ടിപ്ലൈ, ബാക്കി ആരാ 1. ഇപ്പം എന്നാ വരും? log x × x മൈനസ് ഇവിടെ ആരാളെ ബാക്കി? ഒന്നല്ലേ ഉള്ളൂ. ഒന്നിൻ്റെ ഇന്റഗ്രൽ എന്നാ? പിന്നെ വന്നു ഒന്നിൻ്റെ ഇന്റഗ്രൽ എന്നതാ? x പ്ലസ്
ഇത്രയേ ഉള്ളൂ. എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് പ്ലസ് സി ആണെന്ത് ഇന്റഗ്രൽ ഓഫ് ലോഗ് എക്സ്. ഇതോറും പ്യൂർ മാത്സ് ആയിരുന്നു. ഇത് ആവശ്യമുണ്ടെങ്കിൽ പഠിച്ചാൽ മതി. സയൻസുകാർ ഇത് സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. ഇത് കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടി ചെയ്ത് നോക്കിക്കോ, ഇതിലും വലുത് വരാനിരിക്കുക. ഇനി അടുത്ത് നമ്മൾ ഡിഫറൻഷിയേഷൻ ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് റൂളും ഡിവിഷൻ റൂളും ഒക്കെ പഠിച്ചിട്ട് നമ്മൾ അടുത്ത് പഠിച്ചതാണ് എന്ത് ചെയിൻ റൂൾ. ചെയിൻ റൂൾ ഒന്ന് എന്നാ ചെയ്തേ, അതിൻ്റെ ഓർമ്മയുണ്ടോ? നോക്കിയേ, y is equal to sin 2x. അങ്ങനെയാണെങ്കിൽ y ഡാഷ് ഓഫ് എക്സ് എന്നാ y എന്ന് പറഞ്ഞാൽ y ഓഫ് എക്സ് എഴുതേണ്ട ആവശ്യമില്ല. ഇനി സൈൻ 2x, സൈൻ മാത്രമായിരുന്നെങ്കിൽ എന്നാ വരുമായിരുന്നു, കോസ് എക്സ് മാത്രം വരുമായിരുന്നു. ഇവിടെ ആരാ ഉള്ളത്, 2x ആവുക, ഞാൻ കോസ് 2x എന്ന് എഴുതി. അതിനുശേഷം എന്ത് ചെയ്യണം, ഇതിന്റെ ഡിഫറൻഷിയേഷൻ കൊണ്ട് ഞാൻ ഗുണിക്കണം, ഇൻറ്റു 2. ഈ 2xന്റെ ഡിഫറൻഷിയേഷൻ കൊണ്ട് എന്ത് ചെയ്യണം, ഗുണിക്കണം. അപ്പൊ എന്ത് വരും, 2 cos 2x എന്ന് പറയും. ഇന്റഗ്രേഷൻ ആയിരുന്നു എങ്കിൽ ഇപ്പോ y is equal to sin 2x നമ്മൾ വെച്ചാണ് ഇന്റഗ്രൽ y dx ആയിരുന്നുവെങ്കിൽ sin 2x ഇന്റഗ്രൽ എന്നാ മൈനസ് cos 2x അല്ലേ. ഇവിടെ 2x അല്ലായിരുന്നു, x ആയിരുന്നുവെങ്കിൽ എന്ത് വരായിരുന്നു, മൈനസ് കോസ് എക്സ് എന്ന് വരുമായിരുന്നു. അപ്പോൾ അവിടെ ആണോ 2x അല്ലേ, പിന്നെ മൈനസ് കോസ് 2x എഴുതി. ഡിഫറൻഷിയേഷന്റെ സമയത്ത് ഗുണിക്കുമല്ലേ, ഇവിടെ എന്ത് ചെയ്യണം, അതേ സാധനം കൊണ്ട് അല്ലെങ്കിൽ ആ ഡിഫറൻഷിയേഷൻ കൊണ്ട്, ഇവന്റെ ഡിഫറൻഷിയേഷൻ കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. 2 ഇത്രയോ കേട്ടോ. ഞാൻ ഒരു കണക്കൂടി ചെയ്ത് കാണിച്ചാൽ കോസ് 2x അല്ലേ, y of x is equal to cos 2x. ഡിഫറൻഷിയേഷൻ ആയിരുന്നുവെങ്കിൽ മൈനസ് സൈൻ 2x കഴിഞ്ഞ ശേഷം അതിൻ്റെ ഡിഫറൻഷിയേഷൻ കൊണ്ട് ഗുണിക്കുക 2. അപ്പോൾ മൈനസ് സൈൻ 2x ഇൻറ്റു 2, അത് ആൻസർ. മൈനസ് 2 സൈൻ 2x, അതും അങ്ങനെ മാറ്റും. ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ട് ഇൻ്റഗ്രേഷൻ്റെ സമയത്ത് കോസ് 2x, ഇൻ്റഗ്രൽ കോസ് 2x ആണ് ഉപയോഗിച്ചേക്കുന്നേ, dx ആട്ടോ. നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ലേ, ശരിക്കും മനസ്സിലാവുന്നില്ലേ? നോക്കൂ, ഇന്റഗ്രേഷൻ ആയതുകൊണ്ട് ഇനി കോസ് 2x ഇന്റഗ്രേഷൻ, കോസ് x ഇന്റഗ്രേഷൻ സൈൻ 2x. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ആണ്, 2x ആണ്, x അല്ല. അപ്പം ഞാൻ ഇവന്റെ ഡിഫറൻഷിയേഷൻ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുക, പ്ലസ് ചെയ്തിരിക്കും, ചുമ്മാ കിട്ടും പ്ലസ് പ്ലസ്. ഇതാണോ ചെയിൻ റൂൾ. ഇത് ശരിക്കും എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണെന്ന് പറയാം. അപ്പം നമുക്കിനി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നോക്കാം. ചുമ്മാ പറഞ്ഞു വേണേ, വെറും പ്യുവർ മാത്സാ, നമുക്ക് വലിയ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സാധനം ഒരു പാഠഭാഗത്ത് ആവശ്യമുണ്ട്. ശ്രദ്ധിച്ചിരുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. Integral x divided by 1 plus x square dx. ഇച്ചിരി പാടുകളൊന്നുമില്ലേ, ഡിവിഷനാണ് വന്നേക്കുന്നത്. നമുക്ക് ഡിവിഷൻ റൂൾ ഉണ്ടോ, ഇല്ലല്ലോ, പ്രൊഡക്റ്റ് റൂൾ അല്ലേ ഉള്ളൂ. ഗുണിക്കാനാണെങ്കിൽ ഓക്കെ, ഇതന്നെ അവിടെ ഡിവിഷനാണ്. പിന്നെ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആർക്ക്, പുട്ട് 1 plus x square is equal to t. രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്തേ, x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും, dt by dx. ഇവനെ ചെയ്താലോ, 1ന് 0 അല്ലേ, x സ്ക്വയർ എന്നാ വരും 2x. ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോകും, 2x into dx is equal to dt. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ എക്സ് ഡി എക്സിന് എന്ത് വരും, ഡി ടി ബൈ 2. ഇവിടെ നമുക്ക് എക്സ് ഡി എക്സ് അല്ല വേണ്ടേ, അപ്പം നമ്മൾ എക്സ് ഡി എക്സിന് എന്ത് കൊടുത്തു, ഡി ടി ബൈ 2.
നോക്കിയോ. അപ്പോൾ എൻ്റെ ഈ ഫംഗ്ഷൻ ഇപ്പം എന്തായെന്നറിയോ, ഇൻ്റഗ്രൽ എക്സ് ഡി എക്സിന് വരെ എന്ത് കൊടുക്കാം, ഡി ടി ബൈ ടു ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ത് കൊടുക്കാം, 1 പ്ലസ് എക്സ് സ്ക്വയർ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നാ കൊടുത്തത്, ടി. ഇതെങ്ങനെ വരും, ഈ 1/2 പുറത്തേക്ക് എടുക്കും, 1/2. ബാക്കി ആരുണ്ട്, മുകളിൽ ഡി ടി ഉണ്ട്, താഴെ എന്തുണ്ട്, ടി ഉണ്ട്. ഇതെങ്ങനെയാ വായിക്കാം, 1/2 ഇൻ്റഗ്രൽ 1/t dt. 1/t dt ഇൻ്റഗ്രൽ എന്നാ 1/x dx. 1/x dx എന്നതാ log x plus c. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, 1/2 log t plus c. പക്ഷെ t എന്നതാ, ഇത് നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. t എന്നതാ 1 plus x square. അപ്പോൾ 1/2 log 1 plus x square plus c. ഇതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻ വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു സിമ്പിൾ ടി കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എക്സ് ഡി എക്സ് കണ്ടുപിടിക്കും. അത് നമ്മൾ ഇവിടെ കൊടുക്കും. എന്നിട്ട് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സാധനത്തിന് നമ്മൾ ടി കൊടുക്കും. എന്നിട്ട് നമ്മൾ ടി വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് അവസാനം ടി അവിടെ എന്ത് കൊടുക്കും, നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ സാധനം കൊടുക്കും. സിമ്പിൾ. ഇതിൻ്റെ വേറൊരു ആപ്ലിക്കേഷൻ അറിയോ, അല്ല ഇതിൻ്റെ ഒരു ഗുണം, വലിയ വലിയ കണക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. നോക്കൂ, ഇതൊരു മക്കൾ ഇതൊരു കഴിഞ്ഞാൽ പിന്നെ വെറുപ്പേര് കഴിഞ്ഞു, ഇൻ്റർനാഷണൽ കഴിഞ്ഞു. ഇപ്പം രാത്രി 11 മണി 12 മണി സമയമാണ്. എനിക്ക് ഉറക്കം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പട്ടാപ്പതിൽ ഉറക്കം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. നോക്കിയോ, ആ കണക്ക് ഇതൊരു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇൻ്റഗ്രൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് whole divided by sin x plus cos x dx. ഇതാണ് ചോദിക്കാം, ഇതാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞത്. എന്നാ വലിയ സംഭവം, ഒന്ന് തന്നെ താഴെ വന്ന പണി, അതിൻ്റെ ഇടയ്ക്ക് 4 വന്നിട്ടുണ്ട്. sin x cos x sin x cos x ഇടയ്ക്ക് മൈനസ് പ്ലസ്. നോക്കിയോ, പുട്ട് sin x plus cos x is equal to t. ഡിഫറൻഷിയേറ്റ് ചെയ്തേ, ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ആരെ വെച്ചിട്ട്, എക്സിനെ വെച്ചിട്ട്. ഇപ്പൊ ഡി ടി ബൈ ഡി എക്സ് ഇങ്ങനെ ചെയ്തേ. സൈൻസിന് എന്നാ വരും, കോസ് എക്സ്. കോസ് എക്സിന്റെ ഡിഫറൻഷിയേഷൻ എന്നാ മൈനസ് സൈൻ എക്സ്. ഓക്കെ, നമുക്കിവിടെ എന്നാ ഉള്ളത്, സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണല്ലേ. ഇതിനെ തിരിച്ചു വരണം. അപ്പൊ തിരിച്ചു വന്നിട്ട് ഞാൻ മൈനസ് കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മൈനസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബ്രാക്കറ്റിൽ ഇവിടെ എന്ത് ചെയ്യാം, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, മൈനസ് ഡി ടി ബൈ ഡി എക്സ്. കേട്ടോ, ഈ ഡി എക്സിനടുത്ത് കൂടെ പോകുന്നത് അവൻ അവിടെ ഇരിക്കണ്ട, ഡി എക്സ് എടുക്കുക. മൈനസ് അല്ലേ, അതിനെ തിരിച്ചെടുക്കുക. കേട്ടോ, മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അർത്ഥം. അങ്ങനെ എഴുതാം, ഒന്നുകൂടി എഴുതാം. മൈനസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് dx is equal to minus dt. sin x minus cos x, sin x minus cos x dx is equal to minus dt. ഇവിടെ നോക്കി, sin x minus cos x ന് വരെ എന്ത് കൊടുക്കാം, മൈനസ് sin x minus cos x dx ന് കൊടുക്കാം. കേട്ടോ, ഇതൊരു ഒരു ടേം ആണ്. ഈ മോളിലുള്ളത് ഇൻറ്റു ഡി എക്സിന് മൊത്തത്തിൽ എനിക്ക് എന്ത് കൊടുക്കാം, മൈനസ് ഡി ടി കൊടുക്കാം. ഈ ഫംഗ്ഷൻ എന്ത് വന്നു, ഇൻ്റഗ്രൽ മൈനസ് ഡി ടി ഹോൾ ഡിവൈഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന ടി. ഇനി എളുപ്പമല്ലേ, മൈനസ് കൊടുത്തു. ഇനി ഡൗട്ട്, ഡി ടി ഉണ്ട്, 1/t dt. ഇൻ്റഗ്രൽ 1/t dt ആണ് ലോഗ് ടി പ്ലസ് സി. ഇവിടെ മൈനസ് ഉണ്ട്. ഇനി ടി എന്നതാ മൈനസ് ലോഗ് ടിക്ക് വരാറാ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി. ഇത് വലിയൊരു സ്റ്റെപ്പായിട്ട് തോന്നുന്നത്. ഞാനിവിടെ അനാവശ്യമായിട്ട് 1-2 സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുകയെന്നറിയാം. മൈനസ് ഇട്ടാ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതുന്നു. രണ്ട് ദിവസം കഴിയുമ്പോൾ നോക്കിയിട്ട് നിങ്ങൾ മാസ്റ്റർ ആവും നമ്മളെ കാട്ടി. അപ്പോൾ കണ്ടോ, വലിയ വലിയ കണക്കുകളൊക്കെ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി സിമ്പിളായിട്ട് കാണാം.
അപ്പോൾ ഏകദേശം ഡിഫറൻഷിയേഷൻ്റെയും ഇൻ്റഗ്രേഷൻ്റെയും കുറേ കണക്കുകൾ കഴിഞ്ഞു. ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ, നിങ്ങൾ ഡിഫറൻഷിയേഷൻ ചെയ്ത പോലെ തന്നെ കുറേ കണക്കുകൾ എടുത്തിരുന്ന് ചെയ്ത് പഠിക്കാം. പഠിച്ചതിന് ശേഷം ഏകദേശം ഒരു മാസ്റ്റർ ആവാം. സയൻസുകാർ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ, നമുക്ക് ഒത്തിരി ആവശ്യമുണ്ട്. ഇത് കഴിഞ്ഞിട്ടൊക്കെ വേണം, ഡിഫറൻഷിയേഷനെ കഴിഞ്ഞിട്ടൊക്കെ വേണം നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ സ്ലോപ്പ്, ആക്സലറേഷൻ, വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ് എന്നായിരിക്കും, മിക്കവാറും നമുക്ക് വെക്ടർ ആയിരിക്കും. നമ്മൾ മിസ്സാക്കരുത്, പഠിച്ചു തുടങ്ങിക്കോ, ഇപ്പോൾ തന്നെ തീർത്തോ. വേണമെന്ന് കണ്ട് പേടിക്കണ്ട, അത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.